ഏതാണെങ്കിലും ഇനിയും അല്പസമയങ്ങൾ കൂടി മാത്രമാണ് ഉള്ളത്. ലക്ഷ്മി പത്മ കൂടി തയ്യാറാണ് അവിടെ നിന്നും. ലക്ഷ്മി, എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ലക്ഷ്മിക്കൊപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എന്താണ് ആവേശം? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? എന്തൊക്കെയാണ് ലക്ഷ്മി പറയാനാവുന്നത്? എനിക്ക് സംഗീത ഇവിടെ നിൽക്കുമ്പോൾ, ഈ ബോട്ടിൽ നിൽക്കുമ്പോൾ ഈ ഫാൻസുകാരെ ഇങ്ങനെ കാണാം, അവർ പാടുന്ന പാട്ട് കേൾക്കാം, അവർ കളിക്കുന്ന ഡാൻസ് കാണാം എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അവരുടെ ബൈറ്റ് എടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാനിവിടെ ലോക്കായിരിക്കുകയാണ്. കാരണം വെള്ളമാണ് ചുറ്റും. നമുക്കറിയാം, അറിയാൻ പാടില്ലാത്ത പണിയാണ് നീന്തൽ. അത് കാരണം ഒരു റിസ്ക് ഒന്നും എടുത്ത് ഫാൻസിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. അത് കാരണം നമ്മൾ നേരത്തെ തന്നെ വളരെ സേഫായിട്ട് സേഫ്നെസ്സെ അവിടെ ഫാൻസുകാരുടെ അടുത്ത് എത്തിച്ചിരുന്നു. ലക്ഷ്മി പത്മയിലോട്ട് തിരികെ വരാം. എന്താണെങ്കിലും ലക്ഷ്മി വന്നെന്ന് കരുതുന്നു. ചെറിയൊരു സാങ്കേതിക തടസ്സം ഉണ്ടായി. പറയൂ ലക്ഷ്മി. കേൾക്കാമോ? കേൾക്കാം, നന്നായി കേൾക്കാം, പറഞ്ഞോളൂ. സംഗീതಕ್ಕೆ ഞാൻ പറയുമായിരുന്നു, എനിക്ക് ഈ ഫാൻസിൻ്റെ ബഹളവും ആഘോഷവും ഒക്കെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ തീരെ അറിയാത്ത പണിയാണ് നീന്തൽ. അത് കാരണം റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ നേരത്തെ വളരെ സേഫായിട്ട് സേഫ്നെസ്സെ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. സേഫ്നെസ് ഏതായാലും ഫാൻസുകാരുടെ ആഘോഷം, ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ചൂണ്ടവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ഇവിടെ ആരംഭിക്കും. എല്ലാവരും കാത്തിരിക്കുന്നത് ഇത് തന്നെയാണ്. ആലപ്പുഴയുടെ കുട്ടനാടിൻ്റെ ഹൃദയതാളമാണ്. ഇവർക്കിത് വലിയ ആവേശമാണ്. നമുക്കിത് വെറുമൊരു കാഴ്ചയാണ് എങ്കിൽ അവർക്ക് അങ്ങനെയല്ല. അവരുടെ ഹൃദയ താളമാണ്, വലിയ ആവേശമാണ്. അതിനോട് വളരെ വൈകാരികമായ അടുപ്പമാണ്. നമുക്കറിയാം, ആലപ്പുഴയിലുള്ള മനുഷ്യർ അവരൊന്നും ഇത് ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കുന്നതല്ല. അവർ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോയി സ്പോർട്സ് കേന്ദ്രത്തിൽ പോയൊന്നും തുഴഞ്ഞു പഠിക്കുന്നതല്ല. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഇങ്ങനെ തുഴഞ്ഞു പഠിച്ചു വരുന്ന മനുഷ്യരാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വളരെ നാളത്തെ പരിശീലനങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ട്. ഇതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാനടക്കമുള്ള ഒരുപാട് പേർ ഈ മത്സരങ്ങൾ ആദ്യമായി കാണുവാനായിട്ട്, ഇതിൻ്റെ ആവേശം ആദ്യമായി അറിയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പരിചയമുള്ള മനുഷ്യരുമുണ്ട്. അവരാണ് നമ്മളടുത്ത് സത്യം പറഞ്ഞാൽ ഈ ക്ലബ്ബുകളുടെ പേരുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഹർഷൻ ചേട്ടനൊക്കെയാണ് നമുക്ക് കാര്യമായി പറഞ്ഞു തരുന്നത്. ഇത്തവണ ആര് കൊണ്ടുപോകുന്ന ഹർഷൻ ചേട്ടൻ തോന്നണേ? ഇത്തവണ ആര് കൊണ്ടുപോകും? ഇത്തവണയോ? അതായത് ഇത്തവണ 8 പറഞ്ഞു കൊടുക്കരുത്. ഇല്ല, അതായത് അതിനകത്ത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു രീതി ഞാൻ പറയട്ടെ. അതാത് കരക്കാർ അവരവർ ജയിക്കും എന്നുള്ളത് പറയും. അതാത് കരക്കാര് അവരവർ ജയിക്കുമെന്ന് അവകാശപ്പെടും. പക്ഷെ പുറമേ നിന്ന് വരുന്നവർ ആരുടെയെങ്കിലും വിജയം അങ്ങ് പ്രവചിക്കുന്ന ശീലമില്ല ഇവിടെ. അല്ല, വീര്യതായിട്ട്. കാരണം അത് കരക്കാർക്ക് ഒരു മുമ്പ് വിഷമമാവരുതല്ലോ. അപ്പൊ അവിടെ നമ്മൾ പ്രവചിക്കുന്നൊന്നുമില്ല. പക്ഷേ അല്ലല്ല, പക്ഷെ കഴിഞ്ഞ കുറെ കാലത്തെ മത്സരങ്ങളിൽ ഏറ്റവും വാശിയേറിയ ഇത്തവണത്താണ്. അതിനൊറ്റ കാരണം കഴിഞ്ഞ തവണത്തെ റിസൾട്ടാണ്. കാരണം മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസം പറയുന്നു സംഘാടകർ. പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി അത് അംഗീകരിച്ചിട്ടില്ല. അവരിത്തവണ വിയപുരവുമായിട്ട്, അവരുടെ വീര്യവുമായിട്ട് വരുന്നത് ജയിക്കാൻ തന്നെയാണെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ 25 ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 35 ദിവസത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് വിയപുരം ഇറങ്ങുന്നത്. അന്നേരം 40 ദിവസത്തിന് മേൽ പ്രാക്ടീസും കഴിഞ്ഞിട്ടാണ് പള്ളാത്തുരുത്തി ഇത്തവണ ഇറങ്ങുന്നത് വീണ്ടും കപ്പടിക്കാൻ വേണ്ടിയിട്ട്. പള്ളാത്തുരുത്തി ഡബിൾ ഹാട്രിക് അടിക്കുമോ? അതല്ല, കഴിഞ്ഞ തവണത്തെ വാശി തീർത്ത് ഇത്തവണ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി നേടുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. UBC കൈനകരിയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തലവടി ചുണ്ടരുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. UBC കൈനകരി ആദ്യകാലത്തെ ചാമ്പ്യന്മാരല്ലേ? അതായത് UBC കൈനകരി കാരിച്ചാൽ വള്ളവുമായിട്ട് കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി കപ്പടിച്ച കാരിച്ചാലുമായിട്ടാണ് UBC കൈനകരി സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സ്ഥിരമായി അവർ കപ്പടിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ കപ്പടിച്ച വള്ളം UBC ഇതാണ്, കാരിച്ചാലാണ്. ക്ലബ്ബ് UBC കൈനകരിയാണ്. പക്ഷേ അതുപോലെ തന്നെ ഫാൻ ബേസ്, അതായത് ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബ്ബായിരുന്നു. അവരിത്തവണ തലവടിച്ചോട്ടെ, താരതമ്യേന പുതിയ ചുണ്ടനാണ്. അവരിത്തവണ അതിൽ പെർഫോം ചെയ്യുന്നതാണ് അവർ പറയുന്നത്. വലിയ ഇപ്പം അപ്പുറത്ത് നമ്മൾ കണ്ടല്ലോ സൈഫ് പോകുന്നത്, അതിൻ്റെ ഫാൻസിൻ്റെ ഒപ്പമാണ് സൈഫ് പോയിരുന്നത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, നിരണം ചുണ്ടൻ. അവരും ഗംഭീരമായി തയ്യാറെടുത്താണ് നിരണം ചുണ്ടൻ വരുന്നത്. ഇനി ഇത്തവണ ഇവിടെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് അതിനേക്കാൾ വാശിയിലാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു പരിശീലനം ഇതുവരെ പൂർത്തിയാക്കിയിട്ടത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ആയിരിക്കും. അത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു പ്രത്യേകത,
7 വള്ളങ്ങളുടെ അമരത്ത് കുമരകംകാരാണ്. 7 വള്ളങ്ങളുടെ അമരത്ത് അത് ഒരു കുട്ടനാടൻ മേഖലയാണെങ്കിൽ കൂടി ഒരൊറ്റ പ്രദേശത്ത് നിന്ന് വള്ളംകളിയുടെ ഒരു ഈറ്റില്ലം എന്ന് അവരവകാശപ്പെടുന്നത് കുമരകമാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് 7 വള്ളങ്ങളുടെ അമരത്ത് കൊണ്ട് ഞാനിപ്പോൾ രാവിലെ വീയപുരത്തിൻ്റെ അമരത്തിൽ ഉള്ള ആളുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തു. എന്തോ ഒരു പ്രത്യേകത അങ്ങനെ കൂടിയുണ്ട് ഇത്തവണത്തെ വള്ളംകളിക്ക്. അതുകൊണ്ട് അഭിമാനിക്കാം അല്ലേ, അവരുടെ വള്ളംകളി. അപ്പൊ അതിന്റെ ഒരു ആവേശം തീർച്ചയായിട്ടും ആ നിലയ്ക്കുണ്ട്. അങ്ങനെ എല്ലാവർക്കും കുട്ടനാടിന്റെ മൊത്തം ആവേശം. പിന്നെ ഒരൊറ്റ പ്രത്യേകത കൂടിയുണ്ട്. അത് വേറൊന്നുമല്ല, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ളവർ ഇവിടെ തുഴയുന്നുണ്ട്. അല്ലാതെ ഇത് കുട്ടനാട്ടിലെ മാത്രം ഒരു വിഷയമല്ല. ഇത് കാശ്മീരിലെ തുഴക്കാരുണ്ട് ഇവിടെ. കാശ്മീരിൽ നിന്ന് വന്നിട്ടുള്ളവർ ഒരു വള്ളത്തിൽ തുഴയുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിലും നമ്മൾ വിയപുരത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊയിലാണ്ടിയിൽ നിന്ന് വന്ന കോയ അതിൽ തുഴയുന്നുണ്ട്. അതുപോലെ ഒത്തിരി തുഴക്കാർ ആ രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധ്യപ്രദേശിൽ നിന്ന് വന്ന് തുഴയുന്നുണ്ട്, ഹരിയാനയിൽ നിന്നുള്ള തുഴക്കാരുണ്ട്. അങ്ങനെയൊക്കെ വന്ന്, അതായത് ഇത് ഇന്ത്യയിലെ മൊത്തം ഒരു ആവേശവും ഉത്സവവുമാണ്. അത് ആ നിലയ്ക്ക്, പക്ഷേ എത്രത്തോളം ആ നിലയ്ക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ആ നിലയ്ക്ക് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് അതിനെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം പോലും ഉണ്ട്. കാരണം ഞാനിത്തവണ ധാരാളം തുഴക്കാരുടെ അടുത്തൂടെ പോയി. ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് എത്ര വൈവിധ്യമുള്ള ആളുകൾ വന്നിവിടെ തുഴയെറിയുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ പ്ലേസ് ചെയ്യേണ്ടതുണ്ടെന്ന് കൂടിയാണ് എനിക്ക് തോന്നിയത്. അത് ദേശീയ തലത്തിൽ തന്നെ ആ നിലയ്ക്ക് അംഗീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണുന്നത്. അത്രയ്ക്ക് വൈബാണ്. വെറുതെ അല്ല ആ നെഹ്റു എടുത്ത് ചാടിയതല്ലേ. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരാൾ ഇത്ര ആവേശം കൊണ്ട് വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്നത്? എല്ലാ റിസ്ക്കും എടുത്തായിട്ടായിരിക്കുമല്ലോ ചാടുന്നത്. വെറുതെ അല്ല ചാടിയതെന്ന് തോന്നുന്നത് അല്ലേ. നടുഭാഗം വെള്ളത്തിലേക്കാണ് ചാടിയത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വള്ളംകളിയുടെ ഒരു ആവേശം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ആൾക്കാർ വെള്ളത്തിൽ കിടപ്പുണ്ട്. വെള്ളത്തിൽ കിടക്കുന്ന ആളുകളെ വെറുതെ തുഴഞ്ഞു പോകും, ഒറ്റയ്ക്ക് തുഴയുന്നു, വെള്ളത്തിൽ കിടക്കുന്നു. അതായത് വൈബിന് ഒരു കൂട്ടുപോലും വേണ്ട. ഇവിടെ തന്നെ വന്ന് തന്നെ വെള്ളത്തിൽ കിടന്ന് തന്നെ ഈ വള്ളംകളി കണ്ട എനിക്കുള്ള വൈബ് ഞാൻ തന്നെ ഉണ്ടാക്കാവുന്ന ലൈനാണ്.